ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ശരിക്കും നമുക്ക് പരിപാടിയൊന്നുമില്ല. അപ്പൊ ഷിഗി വിളിച്ചിട്ട് അങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞ്, ഷിഗീൻ്റെ നാട്ടിലേക്ക്. അപ്പൊ ഷിഗീൻ്റെ നാട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമുക്ക് രണ്ട് മൂന്ന് കണ്ടന്റുകളെങ്കിലും അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഷിഗീൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഷിഗീനെ കാണണം, പിന്നെ ആടുന്ന് കുറച്ച് പരിപാടികളുണ്ട്, സെറ്റ് ചെയ്യണം. ഷിഗീൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആയിത്തറയിലേക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ വലിയ ഉണ്ണിക്കുട്ടനാണ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗിൽ. ഇവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് കണ്ടന്റ് എടുക്കുന്നത് വെച്ചാൽ ആലോചിച്ച് നിൽക്കുമ്പോൾ അന്ന് ഷിഗിയേട്ടൻ വിളിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നതിന്. അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവൻ എന്ത് കണ്ടന്റാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ അവസാനം ഷിഗിയേട്ടൻ്റെ നാട്ടിലെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാ? നമുക്ക് ബ്രൂണോനെ കുളിപ്പിച്ചാലോ, നായിന? എന്നാ വാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രൂണോനെ കുളിപ്പിക്കുന്നു. ഇതാ ഉണ്ണിക്കുട്ടനുണ്ട് നമ്മളൊപ്പരം. കുളിപ്പിച്ചൂടെ? കുളിപ്പിക്കാം. ഗൈസ്, നമ്മൾ ഇതിട്ടിട്ടാണ് ഇവനെ കുളിപ്പിക്കാൻ പോകുന്നത്. ഭയങ്കര കോപക്കാരനാണ് ഇവൻ. അതെ. ബ്രൂണോനെ നമ്മൾ ഇന്ന് പുഴയിൽ നീരാട്ടിന് കൊണ്ടുപോകുന്നതാണ്. ബ്രൂണോ, സ്റ്റേ സ്റ്റേ സ്റ്റേ. എന്നാ വലിച്ചു കൊണ്ടുപോകുന്നു. ഇതിനെ ഇനി ഇളക്കി വിടാൻ പോകുന്നതാണ്. ഭയങ്കര ഡേഞ്ചർ നായിയാണ്. ലീശില്ലെങ്കിൽ ഇവൻ ഭയങ്കര വർഷക്കാരനാണ്. ഇവനെ കടിക്കുമെന്ന് സംശയമുണ്ട്. ബ്ലാക്ക് അലർജിയാണ്. ഇവനെ ഇളക്കാൻ പോകുന്നതാണ്. നോക്കാം മോനെ, ഡേഞ്ചറാണ് ഇതാ. ഗൈസ്, നമ്മൾ ഈ പുഴയിലാണ് ബ്രൂണോനെ കുളിപ്പിക്കാൻ പോകുന്നത്. ബ്രൂണോന്റെ കുളിസീനാണ് നിങ്ങൾ ഇത് കാണാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ്. ബ്രൂണോ ജമ്പുവാ. കുളിക്കുക. ഇത് മടിയുണ്ടാ ബ്രൂണോ? എനിക്ക് മടിയുണ്ടാ ബ്രൂണോ? മടിയുണ്ടാ? ഇത് കൊരക്കാരം ചെയ്യുന്ന ഞാൻ തുള്ളു ആദ്യം. ഈടാ മോനെ, അങ്ങനെ പോകുന്നില്ലേ? ഞാൻ ഉണ്ടാക്കണേ. ബ്രൂണോ, ഓടി. ഗുഡ് ബോയ്. പുഴക്കാണെങ്കിൽ നല്ല ഒഴുക്കുണ്ട്. ഇതാണെങ്കിൽ ഒലിച്ചും പോകുന്നത് ബ്രൂണോ. ഇങ്ങനെ എത്തുന്നില്ല പാവം. താടെ ഇങ്ങോട്ടാ. ഗുഡ് ബോയ്. അപ്പോൾ ഒന്നുകൂടി ചാടി കൊടുക്കാം. ബ്രൂണോ എടുത്തിട്ട് വരുമോ നോക്കാലോ. നല്ല അനുസരണയില്ല ബ്രൂണോ വന്ന്. ഗൈസ്, വേഗം വാ. ഓ നേരെ. ഏതാ വരുത്ത്. ഗൈസ്, ഇതിട്ടിട്ടാണ് ഇവനെ കുളിപ്പിക്കുക. ഇരിക്കട്ടെ. അത്ര നല്ല സാധനം ലോക്കലാണ്. ഈ ലോക്കൽ ഷാമ്പു ഇട്ടിട്ടാണ് ഇവനെ കുളിപ്പിക്കുന്നത്. ബ്രൂണോ, ബ്രൂണോ നന്നായി കുളിക്കുന്നുണ്ട് ഗൈസ്. ശരിക്കൂലേ? ഇപ്പൊ ഷിക്കൂട്ടൻ പുഴയിലേക്ക് വീണേനെ. ശരിക്കും തല ലാസ്റ്റേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ടിപ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. അതിന്റെ തല ലാസ്റ്റേ കുളിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കുളിപ്പിക്കാൻ പിന്നെ വിടൂല. ഇവൻ്റെ കയ്യിൽ ആദ്യം 2 ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ലാബിന് ഈ പുഴയിൽ തന്നെ ഇവൻ കുളിപ്പിക്കല. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവനെ ഓരോ ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. തലയെ ആദ്യം കുളിപ്പിക്കറ്, ആദ്യം കൈയും കാലും കുളിപ്പിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. കുറച്ചെല്ലാം തള്ളാന്ന് കഴിച്ചാൽ എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവനിങ്ങനെ ബ്രൂണോ ആണെങ്കിൽ അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കുളിപ്പിക്കേ.
സാധാരണ ഇങ്ങനെ ഇരിക്കില്ല ഓല് ഓടിച്ചാടി കളിക്കലാന്ന്, പക്ഷെങ്കിൽ ഇങ്ങനെ പുഴയിൽ നീന്തി കളിക്കല, പുഴയിൽ നിന്ന് കീഞ്ഞാൽ പിന്നെ കയറൂല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അനുസരണയോടെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കടിക്കുന്നതെല്ലാം നായിയാണ്, പക്ഷെ നമ്മളെയൊന്നും കണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവനില്ലോണ്ടാന്ന് തോന്നുന്നു, ഇവൻ്റെ ബ്രൂണോ അല്ലേ, അപ്പോൾ നമ്മളെ കടിക്കില്ലല്ലോ ഏത്. അപ്പോൾ ബ്രൂണോൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി. ഇനിയിപ്പോൾ കയറണോ, പുഴയിൽ നിന്ന് എങ്ങനെയും കയറണോ, അതിൻ്റെ വഴിയാണ് ബ്രൂണോ നോക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. വാടാ ബ്രൂണോ, ഓടിക്കേറി കമോൺ. കയറാൻ നോക്കി, ഇതിലോട്ട് കയറാൻ തീരെ പറ്റില്ല. ഇനി അപ്പുറത്തോട്ടാ ബ്രൂണോ വാടാ. കല്ലുമേലോട്ട് കയറാൻ പറ്റുമോ നോക്കുന്നുണ്ട്, പക്ഷെ അതും നടപടിയാവും തോന്നുന്നില്ല. ഇവരാണെങ്കിൽ അപ്പോഴത്തേക്ക് എടുത്തു കയറ്റേണ്ട പരിപാടികളെല്ലാം നോക്കുന്നതാണ്. എന്തായാലും ഇതിലോട്ട് അപ്പുറത്തോട്ട് കയറാൻ പറ്റൂല എന്ന് ഇവൻ ഉറപ്പായി. കുറേ കാലമായി പോലും പുഴയിൽ കുളിപ്പിച്ചിട്ട്. അതുകൊണ്ട് ഇവനിനി അപ്പുറത്ത് ഇറങ്ങിയിട്ട് ശിക്കോട്ടൻ തട്ടിയിട്ട് കയറ്റാൻ പറ്റുമോ നോക്കുന്നുണ്ട്. നോക്കാം നമുക്ക് അത് സക്സസ് ആകുമോന്ന്. തട്ടിക്കയറ്റാൻ പറ്റുമെന്ന് എനക്ക് തോന്നുന്നില്ല. ബ്രൂണോ ആണെങ്കിൽ കയറാൻ പറ്റാണ്ട് ആകെ നിസ്സഹായ അവസ്ഥയിലാണ് ശിക്കോട്ടനെ നോക്കുന്നത്. ശിക്കോട്ടൻ എന്തായാലും താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നോക്കാം നമുക്ക് കയറ്റുപോയി വേഗം. കയറ്റാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പം മറ്റേലോട്ട് തന്നെ ഇവനെ ഓടിച്ച് കയറ്റേണ്ടി വരും. ഇവൻ തട്ടിയിട്ട് കയറ്റുമെന്നെല്ലാം പറഞ്ഞിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. നോക്കാം നമുക്ക്. തട്ടിയിട്ട് കയറ്റാനുള്ള സാധ്യത ഉണ്ടോ? എടുക്കുന്നുണ്ട്. ഇല്ലടാ പറ്റില്ല. എടാ എടുത്ത് പൊക്ക്, തട്ട്. ഇനി അടക്കം വീഴല്ലേ. ആ എടാ പൊക്ക്. അതിനൊരു വികാരം വേണ്ട, കാരണം അതിന് ഒരാഗ്രഹവും ഇല്ല, കുളിക്കാൻ തന്നെ ഇഷ്ടം. വാടാ. ആ ആ കേറ്റി. എടാ ബോഡി ഷെയിം ചെയ്യല്ലേ. കേറി വാ ബ്രൂണോ കം. എന്ന് ക്ഷീണിച്ചാ ലീശ. എടാ എടുത്തെടുത്ത കഴുത്തിലൂട്ടി ഇട്ട് കൊടുക്കും. എടാ കണ്ണെല്ലാം നോക്കിയാ ചോന്നിട്ട്. കേറ്റി കഴിഞ്ഞാല് ഒറ്റ പോക്കൂ. എടാ കേരി മോനെ. അതാ കടിച്ച്. അത് ടൈറ്റ് ആകുന്നുണ്ട് അല്ലേ, ലീസ് ടൈറ്റ് ആകുന്നോണ്ടായിരിക്കും. ആ പോട്ടെ. അങ്ങനെ കുളി കഴിഞ്ഞ് ബ്രൂണോനെയും കൊണ്ട് നമ്മൾ കൊണ്ടുപോവാണ് ഗായ്സ്. ബ്രൂണോന്റെ കുളി കണ്ട നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനില്ല. നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി കുളി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബ്രൂണോനെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. ബ്രൂണോ കൂട്ടുപോയി വിശ്രമിച്ചോട്ടെ. നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. പിന്നെ നമ്മൾ മെല്ലെ ശിക്കൂട്ടൻ്റെ നാട് കാണാൻ ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ഇവൻ കുറേ വാഴയുണ്ട്, തെങ്ങുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. നോക്കാം ഗായ്സ്. ഇത് ഷിഗീൻ്റെ നാടാണ്. ഷിഗീൻ്റെ നാട്ടിൽ ഫുൾ കൃഷിയാണ്. ഇവനിവിടെ വാഴത്തോപ്പും വാഴക്കൃഷിയും ഉണ്ട്. പിന്നെന്താണുള്ളത് എനിക്കറിയില്ല, അത് കട്ട് ചെയ്യണേ. ഇതിവൻ അറിയില്ല. പിന്നെ ഉള്ളത് ഇവന് തലപോയ തെങ്ങ് എടുത്തു. ആ അങ്ങോട്ടെല്ലാം തലപോയ തെങ്ങുണ്ട്. പിന്നെ ഒരു പുഴയുണ്ട്, അഞ്ചരക്കണ്ടി പുഴയുടെ ഭാഗമാകുന്ന പുഴയാണ്. ആ വണ്ടിയും എടുത്തോ. ഇത് അഡ്വഞ്ചർ രംഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഈ ആക്സസ് 125 എടുത്തിട്ട് ഇവൻ ഈ ചെറിയ പാലം, അതായത് ദയവായി ഇരുചക്ര വാഹനങ്ങൾ ഡബിൾ എടുത്ത് പോറെന്ന് പറയുന്ന ഈ പാലം കടന്നിവൻ വരും. ഡബിൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, ഇത് പൊട്ടിപ്പോവും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ പാലം പൊളിഞ്ഞു വീണതാണ്. കണ്ട താഴെ കണ്ട, ഏകദേശം ഇവൻ വരുന്നതിൻ്റെ ബാക്കിൽ വരെ ആ പാലത്തിൻ്റെ എൻഡുണ്ട്. അപ്പോൾ ഇതോ ഓൻ വരുന്നുണ്ട്. ഓനിതാ ഇവനെ പായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് വരാനുള്ള വഴി മാത്രമേ ഇവിടെ ഇല്ലൂ. ആദ്യം ഓട്ടോന് പോകാൻ പറ്റും. ഓട്ടോ ഇങ്ങനെ തള്ളുള്ളൂ. ഇവന്റെ മെയിൻ പരിപാടി. ഓ ഓ ഓ അങ്ങ് പോകുന്നത്
എൻ്റെ അമ്മ അഡ്വഞ്ചർ റൈഡാണ്. ഇവിടെ എത്തിയപ്പോൾ ഇതിന് വീതി വന്നത് ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് തൊട്ടിട്ട് ഈ സാധനം പൊട്ടിപ്പോയതാണ്. ഇത് കണ്ടോ നിലത്ത് കൊണ്ടുണ്ടോ. അന്നൊക്കെ ഇത് കാണേണ്ടതായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു ഗൈസ്. അപ്പോൾ ഈ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുണ്ട്, പക്ഷേ അത് ഇതിൻ്റെ ഒപ്പരം ഇടാൻ പറ്റില്ല. അപ്പോൾ അത് അടുത്ത വ്ളോഗിൽ വരും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ ബൈ.